രാഹുൽ മാർക്കോട്ടായോണ്ട് അത്രേ പെരുമാറിയുള്ളൂ. അതെ, അതാ ഞങ്ങൾ ഇത് പറഞ്ഞത്. പബ്ലിക്കിന്റെ മുമ്പിൽ അതിനുള്ള പ്രതിഷേധം അറിയിച്ചു. ഇത്തരത്തിലുള്ള തെറ്റായ നിലപാട് പോലീസിനെ അന്യായമായിട്ട് ഉപയോഗിക്കുന്നു. ഇന്നലെ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 2 ജനപ്രതിനിധികൾ ഷാഫി പറമ്പിലും രാഹുൽ മാക്കൂട്ടത്തിലും കേരളത്തിൽ അറിയപ്പെടുന്ന ജനപ്രതിനിധികളാണ്. അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കൈനീട്ടി നിർത്തുകയും അവരെ പരിശോധന സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോറ് തുറന്ന് ഡിക്ക് തുറന്ന് ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ? ആരുടെയെങ്കിലും പരിശോധിച്ചോ? പാലക്കാട്ട് പയറ്റിയ പെട്ടി പരിശോധന, വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള റൂം പരിശോധന, വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ടുള്ള പരിശോധന, ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലമ്പൂരിൽ കണ്ടത്. ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. സർക്കാരിൻ്റെ പോലീസിൻ്റെ നിലപാടെന്താണ്? പക്ഷപാതപരമാണ്, വളരെ അടിസ്ഥാനരഹിതമാണ്. ആ ജനപ്രതിനിധികളെ ഷാഫി പറമ്പിൽ MP പോലുള്ള ഒരു ജനപ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ലൈറ്റടിച്ച് പെട്ടി തുറക്കാൻ ആജ്ഞാപിച്ച് ആംഗ്യം കാണിച്ച് ദാറ്റ് വാസ് ആൻ ഇന്റൻഷണൽ ഇൻസൾട്ട് ഇൻഡീഡ്. അതൊരു മനഃപൂർവമായ ഒരു അവഹേളനം തന്നെയായിരുന്നു. അതിന് വേറെ ന്യായീകരണങ്ങൾ കൊണ്ട് കഴിയില്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഷാഫി പറമ്പലിനെ ആർക്കാണ് അറിയാത്തത്? ഷാഫി പറമ്പലിനെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്കും പ്രായം ചെന്നവർക്കും ആർക്കാണ് ഷാഫി പറമ്പലിനെ അറിയാത്തത്? MP ബോർഡുള്ള വണ്ടിയാണ്. അല്ല, കണ്ടില്ല രാത്രിയിൽ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? മുഖത്തേക്ക് ലൈറ്റ് അടിക്കണോ? എന്നിട്ട് ആജ്ഞ ചെയ്യണോ? ഓർഡർ കൊടുക്കണോ? മറ്റെന്താണ്? ഏകപക്ഷീയമായിട്ട് ഇത് ചെയ്യുമ്പോൾ മറ്റെന്താണ്? പിന്നെ എന്തിനാണ് ഈ പരിശോധന നടത്തുക? ഡിക്കി പരിശോധിച്ചതിനാ? ഡിക്കി പരിശോധിച്ചത് അവർക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. അതുകൊണ്ട് വെട്ടി പരിശോധിക്കുന്നെങ്കിൽ പരിശോധിച്ചിട്ട് റെക്കോർഡാക്കി എവിഡൻസ് ആക്കാനാണ് പറഞ്ഞത്. അവരെ ക്ലീൻ LDF-ന് ഒഴിവുണ്ട്. അതിന് ശേഷം നാടകമാണ്. ഇതിന് ശേഷം അതേ ഒത്തുതീർപ്പാക്കാൻ ഒപ്പത്തിനൊപ്പാക്കാനുള്ള ബാലൻസ് ചെയ്യാനുള്ള ഒരു അഭ്യാസമാണ്. ആൾക്കറിയാം. രാധാകൃഷ്ണൻ്റെ അല്ല, ഇനി ചിലപ്പോൾ പിണറായി വിജയൻ്റെ വണ്ടിയും ചിലപ്പോൾ പരിശോധിക്കും. കാരണം ഇതിൽ നിന്നുള്ള അതിൻ്റെ രീതിയാണ് പ്രശാന്ത്. അതിൻ്റെ രീതിയാണ് എതിർക്കുന്നത്. അതിൻ്റെ ഏകപക്ഷീയത, അതിൻ്റെ ഇൻസൾട്ടാണ്. പരിശോധനയ്ക്ക് ഞങ്ങൾ റെഡിയല്ല. നമ്മളെ പാലക്കാട്ട് കണ്ടു. വനിതാ നേതാക്കന്മാർ ഷാനിമോൾ ഉസ്മാൻ്റെയും ബിന്ദു കൃഷ്ണയുടെയും റൂം ബലമായിട്ട് തുറക്കാൻ ശ്രമിച്ചത് പുരുഷ പോലീസുകാരാണ്. അവർ ധീരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് വനിതാ പോലീസ് വന്നെങ്കിലേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവഹേളനമാണ്? മനഃപൂർവ്വം. ദാറ്റ് ഈസ് വൺ സൈഡഡ്. ദിസ് ഈസ് ടോട്ടലി വൺ സൈഡഡ്. അതാണ് ഞങ്ങളെ പരാതി. ഷാഫി ബാഗ് എടുത്ത് വെച്ചിട്ട് പരിശോധിക്കാതെ പോയപ്പോൾ ഷാഫി തന്നെ പറഞ്ഞു, തുറന്ന് പരിശോധിച്ച് ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നുമില്ല എന്നുള്ള രേഖാമൂലം അല്ലെങ്കിൽ നിങ്ങളായിട്ട് റെക്കോർഡ് തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അത് ചെയ്യണ്ടേ? രാഹുൽ മാർക്കോട്ടായോണ്ട് അത്രേ പെരുമാറിയുള്ളൂ. അതെ, അതാ ഞങ്ങൾ ഇത് പറഞ്ഞത്. പബ്ലിക്കിന്റെ മുമ്പിൽ അതിനുള്ള പ്രതിഷേധം അറിയിച്ചു. അത് ഞങ്ങൾ ആലോചിക്കും. ആ സന്ദർഭത്തിൽ എന്താണ്? മനഃപൂർവ്വമായൊരു ഇൻസൾട്ടാണ്. ആ ഇൻസൾട്ടിൽ ആരായാലും പ്രതികരിക്കും. ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല, വ്യതിചലിക്കില്ല. ജനങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾ ജനങ്ങളുമായിട്ട് തന്നെയാണ് ബന്ധപ്പെടുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഈ നിലമ്പൂർ ഇലക്ഷനിൽ പ്രത്യേകിച്ച് വീടുകൾ സന്ദർശിച്ച് വോട്ടർമാരെ സന്ദർശിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള വിഷയങ്ങൾ അവരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ചു വിടാൻ ആര് വിചാരിച്ചാലും നടക്കില്ല.